വിടുവിക്കപ്പെടേണ്ടവരെ ഇവിടെ വരും. ആ മുടി കട്ട് ചെയ്ത ആൾ എഴുന്നേറ്റെ. വീടിൻ്റെ മേളില് കേട്ടോ, വീടിൻ്റെ മേളില് ഇതുപോലൊരു ഹോളിനകത്ത് ഹോളി സ്പിരിറ്റ് നൃത്തം ചെയ്യുന്ന ഞാൻ കാണും. നിങ്ങളുടെ ഫാമിലിക്കകത്തൊരു അപ്പോസ്റ്റോളിക് മിനിസ്ട്രി നടക്കുകയാണ്. എനിക്കറിയത്തില്ല, ഒരു ഭയങ്കര മിഷണറി ഒരു മിഷണറി കോളിംഗ് ആ വീടിനകത്ത് കിടക്കും. എത്ര ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്ത കൈയത് അല്ലേ? ഒരുപാട് പേർക്ക് അന്നം കൊടുത്ത കൈയാണ്. ഇന്ന് നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലാണ്, തിരിഞ്ഞു നോക്കുന്നില്ല ആരും. പക്ഷെ ഞാൻ കാണുന്നു നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഇന്ന് ദൈവം ഒരു പാഴ്സലുമായി ദൂതനെ അയക്കും. യേശുവേ നന്ദി അപ്പാ. ആൻറ്റി എവിടുന്നാ വന്നേ? നെടുമ്പാശ്ശേരി. കവിത ചേച്ചിയോട് ആദ്യത്തെ ദിവസം പറഞ്ഞ ദൂതാണ് നിങ്ങൾ വഴി ഒത്തിരി പേരൂടെ വരുമെന്ന്. ആ ദൂത് നടന്നുകൊണ്ടിരിക്കുക. തങ്കപ്പൻ ഒത്തിരി പുറകിലായി പോയി കണ്ടോ, ആൾക്കാരെ കെട്ടിക്കൊണ്ട് വരുന്ന കണ്ടോ. അടുത്ത ആഴ്ച ആ ജോലി ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. തങ്കപ്പൻ ഒത്തിരി പേരെ കൊണ്ടുവന്ന ആളാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോഴേ കർത്താവ് എന്നോട് പറഞ്ഞത് ഇദ്ദേഹം രാജാവായി പോകുന്നതാണ്. എത്ര പേരത് കേട്ടായിരുന്നു? കർത്താവ് ഇദ്ദേഹത്തെ രാജാവായിട്ട് പറഞ്ഞു വിടുക. ഈ ആന്ധ്രാക്കാര് നമ്മൾ രാജാവിന് എങ്ങനെ പറയുന്നേ? രാജാവ്. പക്ഷെ ആന്ധ്രാക്കാര് രാജാവിന് എന്താ പറയുന്നത് അറിയോ? ആന്ധ്രാക്കാര് രാജാവിന് എന്താ പറയുന്നത്? തെലുങ്ക് അറിയത്തില്ലേ? രാജു. ഞാൻ ഇത് കേട്ടിട്ട് രാജു ആരാന്ന് വെച്ചപ്പോ മിണ്ടാന്ന് നിൽക്കുക. ഇപ്പൊ ചോദിച്ചപ്പോ എൻ്റെ പേരാന്ന്. സ്തോത്രം. ഇപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേര് രാജു ബന്ധം എന്നാ വെച്ചാൽ പറയാം, ഞാൻ രാജുവാ, എൻ്റെ പേര് രാജു എന്നാണ്. രാജാവായിട്ട് വിടുമെന്നുള്ള ദൂതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെലുങ്കിൽ രാജു എന്നാണ് ഞാൻ കേട്ടത്, എന്നിട്ടാണ് രാജാവാവെന്ന് പറഞ്ഞത്. അപ്പം സ്വന്തം പേര് മറന്നു പോവുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രാജു ചേട്ടൻ്റെ ദിവസമായത്. ഈ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ വര തെളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളൊരു നല്ല ആർട്ടിസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലൊരു കല ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് പലയിടത്തും ഉയരേണ്ടതിനെ ഒതുക്കി കളഞ്ഞതാണ്. പക്ഷെ ഇന്ന് ഞാനത് തുറന്നു വിടുക. നിങ്ങളും നിങ്ങളുടെ തലമുറകളും നന്മ കാണാൻ ഇനി അധികം ദൂരമില്ല. നിങ്ങളും നിങ്ങളുടെ തലമുറകളും നന്മ കാണാൻ സമയമായിരിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, അടുത്ത 4 ആഴ്ചക്കുള്ളിൽ ഒരു വലിയ സാക്ഷ്യവുമായി നിങ്ങൾ വരും. കവിത ചേച്ചി, ഈ ചേട്ടൻ്റെ വീട് ഇപ്പം അവർ ഓക്കെയാ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ അവരൊന്ന് പിടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക അല്ലേ? ഒന്ന് കയറി തുടങ്ങി. പക്ഷേ എന്നിട്ടും അങ്ങോട്ട് നീങ്ങുന്നില്ല ഈ വണ്ടി. ചേട്ടാ വിശ്വസിക്കുക കേട്ടോ. നിങ്ങൾക്കായിട്ട് ആ വഴി തുറന്നിരിക്കുന്നു. ഞാൻ കാണുന്നു, തിരിച്ചു കൊടുക്കണ്ടാത്ത പോലെ നിങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് വരും. എടാ രാജു, എടാ കള്ള, ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുവാണോടാ എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവര് ചോദിച്ചവരൊക്കെ, രാജുചേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾ അറിവില്ലാത്ത എല്ലാം പറഞ്ഞു പോയെങ്കിൽ
കേട്ടോ. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ, ചോദ്യം ചെയ്തവർ, വെല്ലുവിളിച്ചവർ, പുല്ലുവില തന്നവർ, ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കും, ഇതെങ്ങനെയാ ഈ സംഭവം നടന്നേ, വല്ല ലോട്ടറി അടിച്ചോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് പിശാച് പ്ലാൻ ചെയ്തിരിക്കുന്ന ജപ്തികളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. സാത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ബാധ്യതകളെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവെ അങ്ങ് വെളിപ്പെടുത്തിയ പേരിൽ വാഗ്ദത്തങ്ങൾ പാഴ്സലായി ഇറങ്ങട്ടെ. വാഗ്ദത്തങ്ങൾ, അത്ഭുതങ്ങൾ വന്നിറങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ ദൂതനെ കൽപ്പിക്കുന്നു, അത് വേഗത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. നിങ്ങൾ വരും, വലിയൊരു സാക്ഷ്യം കൊണ്ട് വരും. കർത്താവ് ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ വരും. എത്ര പേര് ആ സാക്ഷ്യം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു? സാക്ഷിയായിട്ട് വരണം കേട്ടോ. ഇനി രാജുവാണ്, ആന്ധ്രയിലെ രാജുവാണ്. ആന്ധ്രയിലെ രാജു എന്ന് പറഞ്ഞാൽ രാജാവെന്ന കേട്ടോ. സ്തോത്രം. ഒരാമേൻ പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളെ തൊട്ടച്ച് പറയാം, നിന്റെ ഉള്ളിലൊരു റോയൽ അനോയിന്റിങ് ഉണ്ട്. പറഞ്ഞാട്ടെ, ഒരു റോയൽ അനോയിന്റിങ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആൻറ്റി എവിടെ നിന്നാ വന്നേ? സ്ഥലം പറ. ആദ്യമായിട്ടാണോ വരുന്നേ? ഇവിടെ ആദ്യമായിട്ടാണ്. ആണ്. വിശ്വസിക്കുന്നോ കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യുമെന്ന്? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ആ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശരി, മറ്റേ കൈ കൂടെ. ഒരു കൈയിൽ US-ന്റെ ഫ്ലാഗ് ഇരിക്കുന്നു, മറ്റേ കയ്യിൽ കാനഡയുടെ ഫ്ലാഗ് ഇരിക്കുന്നു. ഇതിൽ ആദ്യത്തേത് തുറക്കുകയാണ് ഇപ്പം. ഈ US-ൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കൾ. അവരെയൊക്കെ വിട്, ബന്ധുക്കളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പുറത്തെ വീട്ടിൽ പുല്ലുണ്ടെന്നും പറഞ്ഞ് സ്തോത്രം, വല്ലതും നടക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാം അല്ലേ? ശരിയാണോ? ഞാൻ ആ പോളിസിയുടെ ആളാ. അപ്പുറത്തെ പറമ്പിൽ പുല്ലുണ്ടെന്നും പറഞ്ഞ് പശുവിനെ മേടിക്കരുത് കേട്ടല്ലോ. ഹല്ലേലൂയ. ഒന്നാമത്തെ കയ്യിൽ US-ന്റെ ഫ്ലാഗ് ഇരിക്കുന്നു, ഇപ്പുറത്തെ കയ്യിൽ ഒരു കാനഡയുടെ ഫ്ലാഗ് ഇരിക്കുന്നു. ഹോളി സ്പിരിറ്റിനോട് പറയുന്നു, ഫസ്റ്റ് US-ന്റെ ഡോർ തുറക്കും, ഡോക്ടറേറ്റ് സഹിതം ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ക്വാളിഫിക്കേഷൻ പരിശുദ്ധാത്മാവ് അടിച്ച് കൈ തരിക. നിങ്ങള് ശുശ്രൂഷയല്ല, അല്ലാതെ ക്ലാസ് എടുക്കുന്നതാണ്. എന്താണ്? ഒരു മിനിസ്ട്രിയില്, പ്രയർ ലൈനില് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അത് ഇങ്ങനെ മറ്റുള്ളവർക്ക് സമയം കൊടുത്ത് അവരെ സ്നാനത്തിലേക്ക് വരെ നടത്തുന്ന ശുശ്രൂഷ. നിങ്ങളൊരു അപ്പോസ്തലയാണ്. ആന്റിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളില്ലാത്തവർക്കുണ്ടാവും. ശരിയാണോ? അതെ അതെ, ശരിയാണ്. എത്ര മക്കൾക്ക്, എത്ര പേർക്ക് അങ്ങനെ ഉണ്ടായി? ഓർമ്മയിലുണ്ടോ? ഓർമ്മയില്ല, ഒത്തിരി പേര്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദീർഘകാലം നിങ്ങളൊരു ഹന്നയായിരുന്നു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞ് നിലവിളിച്ച് നാണം കെട്ടതാണ്. 38 വയസ്സ്. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത സാക്ഷ്യവും അതിന്റെ കൂടെ തന്ന വരവുമാണത്. ഞാൻ 1981 നവംബർ മാസം കാണും. 81. ഒത്തിരി പുറകില്ല, ഓർത്ത് നോക്ക് ആ വർഷം എന്താ സംഭവിച്ചിട്ടുള്ളത്. 1981 നവംബർ കാണും. ഈ മലയാളികൾ പൊതുവെ ഈ ഡേറ്റുകൾ ഓർത്തു വെക്കുന്ന കാര്യത്തിൽ പുറകിലാണ്. സ്തോത്രം. ആൻറ്റി ഓർത്ത് വയ്ക്കും, ഒന്ന് റിലാക്സ് ആയിട്ട് ഓർത്ത് വയ്ക്കും. അന്ന് നാട്ടിലുണ്ടായിരുന്നോ? 81
നാട്ടിലുള്ള ഉണ്ട്. ഉണ്ടായിരുന്നോ ശരിക്കും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആ വർഷത്തിലേക്ക് ചെല്ലാൻ പറ്റുന്നു? എനിക്ക് പറ്റുന്നില്ല. 79 വരെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ. 79 ഞാൻ SSLC പാസ് ഔട്ട് ആയത് ആ വർഷം. അത് കഴിഞ്ഞ് 81. അതെ. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്? 31. അതേത് വർഷം? 94. ഈ 81 ഓർത്തേ. 81 നവംബർ. ഫാദർ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഏത് വർഷമാണ് മരിച്ചേ? 2009. തൊട്ട് ഈ അടുത്താ. ഈ 81 എന്തോ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടല്ലോ. ഈ 81 നിങ്ങളെ വന്ന് മീറ്റ് ചെയ്തൊരു ദൂതനാണ് ഇപ്പൊ കൂടെ നിൽക്കുന്നത്. ഇതാണ്ട് ആ ക്യാൻസർ സൗഖ്യം അയാളെ കണ്ടോ? ഒന്ന് എഴുന്നേറ്റ ചേച്ചി. നിങ്ങൾക്ക് മുൻപേ കർത്താവ് സന്ദർശിച്ച ഒരാളാണിത്. നിങ്ങൾക്ക് മുൻപേ കർത്താവ് സന്ദർശിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൂത് പറയുമ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ അവൻ്റെ ഹൃദയം തുറന്ന് കാണിക്കുകയാണ്. എടാ ഞാൻ തൊട്ട ആളായി നിൽക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ആൻറ്റി നിങ്ങൾ ഈ അങ്ങനെ തന്നെ പറയാം. ഞാൻ എൻ്റെ ചെവി കേൾക്കുന്ന പോലെ തന്നെ പറയാം. ഈ ക്യാൻസറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ചെന്ന് നരകിച്ച് മരിക്കേണ്ട ആളായിരുന്നു. പക്ഷെ നിങ്ങളുടെ മേലടിച്ച ഗ്രേസ് ഉണ്ടല്ലോ, അത് യൂട്രസിലാണ് അടിച്ചത്. ഹോളി സ്പിരിറ്റിന്റെ ശക്തി വന്ന് അടിച്ചത് നിങ്ങളുടെ ഗർഭപാത്രത്തിലാണ്. അതിനെ ആ വ്യാധിയെ എടുത്തു മാറ്റി ദൈവം അതൊരു ഗിഫ്റ്റാക്കി തന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളായത്. കർത്താവ് അതിനെ ഒരു ശാപമായി മാറേണ്ടതിനെ പരിശുദ്ധാത്മാവ് ഒരു വരമാക്കി കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ച മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. അത് നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് കർത്താവ്. ഞാൻ കാണുന്നു നിങ്ങളുടെ വീടൊരു സാധാരണ വീടല്ല. ആ വീട്ടിൽ ഒരുപാട് ദൈവസാന്നിധ്യം ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഒത്തിരി ആളുകൾ കയറി ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ദൂത് കേട്ടിറങ്ങിപ്പോയ വീടാത്. ഞാൻ കാണുന്ന ആ വീടിനകത്ത് ഇന്നൊരു വലിയ നിയോഗം തരികയാണ്. ഈ വരുന്ന 6 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതത്തിന്റെ സന്തോഷം നടക്കും. എന്താ പേര്? ജെസ്സി ആൻറ്റി വിശ്വസിക്കണം, ഈ വരുന്ന 6 ആഴ്ചക്കുള്ളിൽ ഈ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കും. അതൊരു ഭയങ്കര എൻകൗണ്ടർ ആയിരിക്കും. ദൂരെ നിന്ന് ആളുകൾ ബൈനോക്കുലറിൽ നോക്കുകയാണ് ആ വീട്ടിൽ എന്തായി കാര്യമെന്ന്. കർത്താവ് വീടിനകത്ത് പറഞ്ഞത് പുരമേൽ നിർത്തി പറയിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ വലിയൊരു അനൗൺസ്മെന്റ് നടത്തുന്നു. നിങ്ങളുടെ വീട്ടിൽ ഫെബ്രുവരി മാസവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയുണ്ട്. ഫെബ്രുവരി 5 കർത്താവ് ദൂതനെ വിട്ടിരിക്കുന്നു. ഫെബ്രുവരി 5 ബർത്ത്ഡേ ആണോ? ജൂലൈയുമായി ബന്ധമുള്ള വേറൊരാൾ അവിടെ ഉണ്ട്. പക്ഷെ അത് ബർത്ത്ഡേ അല്ല, എന്തോ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടതാണത്. ഞാൻ കാണുന്നത് ഈ കണ്ട 2 ഫ്ലാഗും കർത്താവ് നിയോഗിച്ച് തന്നിരിക്കുക. ഞാൻ അതിനെ അഭിഷേകം ചെയ്ത് ഏൽപ്പിക്കും. ഈ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആളുകൾ എന്താ അതുമായിട്ട് ബന്ധം? മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട കുറെ പ്രയർ ലൈനിൽ വരുന്ന കുറെ പേര് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം സ്നാനത്തെ പറ്റിയും അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്കെല്ലാം കൊണ്ടുവരാനായിട്ട്. ഈ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതെ.
അതിൽ ഈ തിരുവല്ല പത്തനംതിട്ടയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടുന്നും ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഒരു UK ഒരു മോള് അടുത്ത മാർച്ചിൽ വരും. അവൾ വന്നാൽ പിറ്റേന്ന് തന്നെ സ്നാനം എടുക്കാമെന്നുള്ള. ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ദൂത് പറയുമ്പോൾ 2 ആളുകളുടെ പേര് കേൾക്കുന്നു. ഒന്ന് മെറിൻ. ഈ പത്തനംതിട്ട തിരുവല്ല സൈഡുമായിട്ട് ബന്ധമുള്ള ആളാണ്. 2 കർത്താവിനെ ജോസ് എന്നൊരു പേര് കാണിക്കുന്നു. ആലോചിച്ച് നോക്കാം. അതിവേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഡെലിവറൻസ് അത്. സ്നാനം വരെ മാത്രമല്ല, സ്നാനത്തിനപ്പുറത്തോട്ടും ഇവരെ കൈപിടിച്ച് നടത്തും. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് റിട്ടയർമെന്റ് ഇല്ല. മനസ്സിലായോ? മനസ്സിലായി. എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി ഇരിക്കാനാ പറഞ്ഞു തരുന്നേ. പറ്റത്തില്ല. അമ്മച്ചി ഇത്രയൊക്കെ പ്രായമായില്ലേ? അമ്മച്ചി എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കേ. എല്ലാം ഇല്ലേ ഇവിടെ? നിങ്ങൾ എന്തിനാ പിന്നെ ഓടി നാടി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നേ? റിട്ടയർഡ് ആയിട്ടെങ്കിലും വീട്ടിൽ അടങ്ങിയിരിക്കുന്ന മക്കൾ പറഞ്ഞു തരുന്നേ. ഇരിക്കുകയല്ല, ഇരിക്കത്തില്ല. കർത്താവ് പറയുന്നു അഭിഷേകത്തിന് റിട്ടയർമെന്റ് ഇല്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. അഭിഷേകത്തിന് റിട്ടയർമെന്റ് ഇല്ല. കുറച്ചുകൂടെ സ്പീഡ് കൂടാൻ പോവാണ്. കുറച്ചും കൂടെ വേഗതയിൽ കാര്യങ്ങൾ നടക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവെ, നീ അത് കൊടുത്തതിനായി സ്തോത്രം. ആൻഡ് ഈ മെറിൻ എന്നും ജോസ് എന്നുള്ള 2 ആളുകളെ കർത്താവ് കണക്ട് ചെയ്ത് തരുന്നു. നിങ്ങളെ അവരുടെ വിടുതലിനായിട്ട്, അതോ സ്നാനത്തിലേക്കാണോ എനിക്കറിയില്ല, ഈ ആളുകളുമായിട്ടൊരു എൻകൗണ്ടർ നടക്കാൻ പോകുന്നു. ആൻറ്റി നിമിത്തം ഒരുപാട് ആളുകളിലേക്ക് സാക്ഷ്യം ഇറങ്ങാൻ പോവാണ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആൻറ്റിയുടെ കുടുംബത്തിലുള്ള മക്കളോ സഹോദരങ്ങളോ ഭർത്താവോ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ തടഞ്ഞു നിർത്തരുത്. ആരാ? സിസ്റ്റർ. അത് തടഞ്ഞു നിർത്തരുത്. ഇത് നിൽക്കുന്ന കേസല്ല, ഇത് സ്പീഡ് കൂടാൻ പോവാണ്. ആധാരാ ചേച്ചി? അനിയത്തിയോ? ഞാൻ പറയാം, എഴുന്നേക്ക്. കർത്താവേ സ്തോത്രം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായത് ഉറക്കെ പറ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് എത്ര തീയതി? നാളെയോ? അത് കഴിഞ്ഞോ? 26 എന്നൊരു ഡേറ്റുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ട്. ഓർത്ത് നോക്ക്. അത്ഭുതമായ നാമം. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഷോക്കാവും. ഒന്ന് റിലാക്സ് ചെയ്ത് ഓർത്തോ. എന്താ 26-ന് എന്താ പ്രത്യേകത? പറയട്ടെ. കൃത്യം 1 വർഷം മുമ്പ് 2023 ഡിസംബർ 26. ഒന്ന് ഓർക്കാമോ നോക്കി. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എവിടെ ആയിരുന്നു? ഏ 25-നോ? മൈസൂർ പോയി. മക്കള് വന്നപ്പം. എന്തിനാ പോയി? കാണാൻ. ചുമ്മാ കറങ്ങാൻ പോയാണോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് എഴുന്നേൽപ്പിച്ച ഓരോ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഡിമോണുകൾ ഇട്ട ലൈഫ് ലൈൻ ലെവൽ ക്രോസുകൾ കടന്നു വന്നവരാണ്. എൻ്റെ പൊന്നാൻറ്റി, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ ഒറ്റ കാരണം ദൈവം അയച്ച എൻകൗണ്ടറാണ്. ഈ ഫ്ലാഗ് ശരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കേണ്ടതാണ്. മനസ്സിലായോ? ഈ ആൻറ്റിയുടെ കയ്യിലിരിക്കുന്ന ഈ 2 ഫ്ലാഗുകളും നിങ്ങളുടെ കയ്യിലിരിക്കേണ്ടതാണ്. പക്ഷേ എന്തോ എനിക്കറിയില്ല, അത് ഇവിടെ ഞാൻ കണ്ടത്. എനിവേ, ഇന്ന് 24, 25, 26, 26-ാം തീയതി വരുന്ന 26-ാം തീയതി ഒരു ഉച്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു സാക്ഷ്യം ഉണ്ടാവും. എൻ്റെ കൂടെ പറ,
ദൈവം എനിക്ക് തന്ന ഒരു തുണ്ടു ഭൂമി ആരും കൊണ്ടുപോകില്ല. ഉറക്കെ പറ. പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് തന്ന ഒരു തുണ്ട് ഭൂമി ആരും കൊണ്ടുപോകില്ല. പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് തന്ന തലമുറ, എന്റെ സമ്പത്താ, അത് നഷ്ടപ്പെടത്തില്ല. ഞാൻ കാണുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു നിന്ന ഇറങ്ങിപ്പോകുന്നു. എത്ര പറഞ്ഞിട്ടും എത്ര ഉപദേശിച്ചിട്ടും എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും തല കയറുകയില്ലാത്ത ഒരെണ്ണത്തെ ഇന്ന് ആത്മാവ് വിസിറ്റ് ചെയ്യുന്നു. നിന്റെ വീടിനകത്തു നിന്നെ ഇറക്കി വിടുന്നു. ഞാൻ പറഞ്ഞ ശരിയാണോ? ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ വീട്ടിനകത്ത് നടക്കാൻ പാടില്ലാത്ത അന്യായ ബന്ധനങ്ങളെ ഞാൻ അഴിച്ചു തരുന്നു. ശരിക്കും നിങ്ങൾ ആ വിഷയത്തിൽ ഭയങ്കര തകർന്നു നടക്കുക. തല പൊക്കാൻ പറ്റുകയില്ല. പിന്നെ അത്രമേൽ നിങ്ങൾ സഹിച്ച് നടക്കുകയാണ്. ആൻറ്റി, ആ നിന്നയെ കർത്താവ് എടുത്തു മാറ്റിയിരിക്കും. ഒരു ഉറപ്പ് ഞാൻ തരാം. ഇവിടെ വന്നതുകൊണ്ട് കിട്ടുന്ന ഉറപ്പല്ല, ഇതാണ് ദൈവഹിതം. കേട്ടോ, ഇതാ ദൈവഹിതം. അത് പറഞ്ഞു തരികയാണ്. ദൈവഹിതമല്ലാത്ത ഒന്നും നടക്കുകയില്ല. നിങ്ങൾ അതോർത്ത് തല പുകയണ്ട. നടക്കുകയില്ലെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. പകരം കർത്താവ് ഒരു കൃപ തരും. ആ ദേശത്ത് നിങ്ങളുടെ തല ഉയർത്തും. എനിക്ക് തോന്നുന്നു ഈ ചേച്ചി അല്ലാതെ വേറെ ചേച്ചിയുണ്ടോ? ഉണ്ട്. 2 ചേച്ചിമാരുണ്ട്. ഇനിയുണ്ട്. അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ? മൂത്ത ചേച്ചി എവിടെ ഉണ്ട്? ആലുവയിലുണ്ട്. അവിടെ ഈ അടുത്ത സമയത്തെല്ലാം പോയായിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷം പോയായിരുന്നു. ഏത് സമയത്താ? ഡിസംബറിലല്ല. പിന്നെ ശരിക്കും ഓർക്കുന്നില്ല. എനിക്ക് പെട്ടെന്ന് ചോദിച്ചിട്ട് മറന്നുപോയി. അവിടെ പോയി കേക്ക് കഴിച്ചതൊക്കെ. കേക്കില്ലായിരുന്നു. പായസമായിരുന്നു. ഇല്ല, അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞ ഒന്ന് ഓർത്തെടുത്ത് എന്നാ പോയെന്ന്. ഓർക്കുവാണോ? ധ്യാനിക്കുവാണോ? ആ വീട്ടിൽ സംഭവിക്കാനിരുന്നൊരു വലിയ ദുരന്തം പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റി. നിങ്ങൾ നിമിത്തം അതിൽ നിങ്ങളൊരു കാരണമാണ്. ആ അത്ഭുതം അവിടെ നടക്കാൻ ആൻറ്റി ഒരു കാരണമാണ്. നിങ്ങളുടെ കൂടെ കയറിയ ദൂതനാണ് അത് ക്യാൻസൽ ചെയ്തത്. ഈ ദൂതൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാവരുടെയും കൂടെ ദൂതനുണ്ട്. ആൻറ്റി ഓട്ടോയ്ക്കാണോ പോയത്? ഓട്ടോയ്ക്കാ പോയത്. കൂടെ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഹസ്ബൻഡും വൈഫാണോ? നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും പോയിട്ടാണോ അവിടെ പോയത്? എൻ്റെ മോളുടെ അടുത്തു നിന്നാണ് അങ്ങോട്ട് അവരുടെ അങ്കമാലിയിൽ നിന്ന് ആലുവയ്ക്ക് പോയി. മോളുടെ അടുത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് പോയത്. അന്ന് എന്തെങ്കിലും ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കേസുമായിട്ടാണ് അവിടെ പോയത്? അതെ ആണ്. ആ ചേച്ചിയുടെ മോളുടെ ഹസ്ബൻഡിന് ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ പോയതാ. ആ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 2 പേരും ഉണ്ട്. അത് കൃപയാ. നിങ്ങൾക്കേതോ ഒരു പ്രവാചകനുമായിട്ട് ആ ദിവസത്തിനൊരു ബന്ധമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ദൂതൻ നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമുള്ള കാര്യമൊന്നും അല്ലത്. കാരണം നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അവിടുന്ന്.
പക്ഷെ നിങ്ങൾ പോയതൊരു നിയോഗത്തിൻ്റെ സമയത്താണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ ഇന്ന് ആ ദൂത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. അതേ ദൂതൻ ഇപ്പം നിങ്ങളുടെ വീട്ടിലാണ്. അന്നിന്ന് എടുത്തു മാറ്റുക. എൻ്റെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഇത് ഞാൻ പ്രവചിക്കുന്നു. ഇന്ന് വൈകിട്ട് ഇപ്പോൾ 1:35 ഇന്ന് വൈകിട്ട് 6:55 മുമ്പ് നിങ്ങളുടെ പേര് ദൈവം ഇങ്ങനെ ചിലടത്തോട്ട് അയക്കും. എന്നിട്ട് പറയും അവരുടെ പേരിലുള്ളത് അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. ഇത് 1, 2, 3 സ്ഥലത്തായിട്ട് ഈ മെസ്സേജ് ദൈവം ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും. 3 ഇടത്തുനിന്ന് നിങ്ങൾക്ക് 3 പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരും. ദൈവഹിതമല്ലാത്ത എല്ലാ വാക്കുകളും സംസാരങ്ങളും ബന്ധങ്ങളും എല്ലാ ഇടപാടുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് ഈ ഹോളിൽ നിന്ന് ഇറങ്ങുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൂതന്റെ എൻകൗണ്ടറുമായിട്ടാണ് പോകുന്നത്. ഉറക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ആൻറ്റി, ഈ അന്ന് ആ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം ഇരുന്നില്ലെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഇറങ്ങിയോ? അന്ന് അവിടെ കിടന്നിട്ട് താമസിച്ചിട്ടാണോ പോയത്? നിങ്ങൾ അവിടെ നിൽക്കുമ്പോ തന്നെ വേറെ ആരെങ്കിലും അവിടെ വന്നോ? നിങ്ങൾ നിൽക്കുമ്പോ തന്നെ വേറെ ആരെങ്കിലും വന്നോ? ഇല്ല. ഓർത്ത് നോക്കിക്കേ. ഞാനൊരു വിഷയത്തിലോട്ടാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഒന്ന് ഓർത്ത്. നിങ്ങളന്ന് ആ വീട്ടിൽ നിൽക്കുമ്പം അവരുടെ വേറെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അന്ന് അവിടെ വന്നായിരുന്നു? അവര് ആ മകളും ചേച്ചിയുടെ മോളും ആ ഹസ്ബൻഡും ആ പേഷ്യൻസ് അവരുണ്ടായിരുന്നു. ചേച്ചിയുടെ മോളുടെ ഹസ്ബൻഡിനാണ് കംപ്ലൈന്റ്. മോള് കൊടുത്തു. ചേച്ചിയുടെ മോള് വൃക്ക കൊടുത്തു. അവര് തന്നെ കൊടുത്തു. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റൂല. അപ്പൊ അതിനൊരാഴ്ച മുന്നേ ഒന്ന് പോയി കാണാൻ വേണ്ടി പോയതാ. ട്രീറ്റ്മെന്റിന് മുമ്പ് പ്രാർത്ഥിച്ചു. അവർക്ക് വിശ്വാസമൊന്നുമില്ല. അതായത് ഈ സർജറി ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾ പോയത്. നിങ്ങൾ വിശ്വാസത്തോടെ പോയതാ? ഞാൻ വിശ്വാസത്തോടെ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളു കുടുംബത്തില്. അപ്പം ഞാൻ ആ വിശ്വാസത്തോടെ പോയെ. പക്ഷെ അവർക്ക് വിശ്വാസമൊന്നും. അവര് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ കാരണമാണ് ആ വ്യക്തി ജീവിച്ചിരിക്കുന്നത്. അതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ ചെന്നതാണ് ആ വീടിന്ന് അത്ഭുതം കാണാനായിട്ട് ഇടയായിട്ടിരിക്കുന്നത്. ഈ മരണത്തെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ ശുശ്രൂഷയല്ല. ആ ശുശ്രൂഷ ചെയ്തിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെ എന്തോ ഒരു പ്രൊഫറ്റിക് മാൻഡിലുമായിട്ടാണ് നിങ്ങൾ പോയത്. നിങ്ങൾ ആരെ ഫോളോ ചെയ്യുന്ന ആളാ, ഏത് പ്രൊഫറ്റിനെ ഫോളോ ചെയ്യുന്ന ആളാന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മേൽ ആ ആളുടെ അഭിഷേകമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര നിയോഗമാണ്. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് സാധാരണ ശുശ്രൂഷയല്ല. ഞാൻ കാണുന്നത്, നിങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആരോ അവിടെ വരികയോ ആരോ അവിടുന്ന് പോവുകയോ ചെയ്ത പോലെ എൻ്റെ സ്പിരിറ്റ് ഞാൻ കാണുന്നു. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ഈ വിടുതൽ നടന്ന വീട്ടിൽ ഒരു ദുരന്തം കൂടെ വരും. ഒരു ദുരന്തം കൂടെ. അതിനധികം താമസമില്ല. അന്നും നിങ്ങളായിരിക്കും ആ വിടുതലിന് കാരണമാകാൻ പോകുന്നത്. പക്ഷെ ഈ തവണത്തെ വിടുതലിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വിടുതലോടെ ആ കുടുംബം മൊത്തം ഇങ്ങ് പറയും കേട്ടോ. ഈ യേശുവിൻ്റെ അമ്മ മറിയം മേരി ആ പേരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ശരിക്കും ഓർക്കണം. കൺഫ്യൂഷൻ വേണ്ട, ടെൻഷൻ വേണ്ട, ഓർത്തിട്ട് പറഞ്ഞാൽ മതി. മേരി റിലേഷനിൽപ്പെട്ട കുറെ പേരൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ആ വീടില്ലേ, ആ വീടിനകത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ആ വീടിനകത്ത് നിൽക്കുമ്പോൾ
ഇവരെ ദൈവാത്മാവ് പൊട്ടിച്ചോണ്ട് വരുന്നത് ഏത് ബെൽറ്റിൽ നിന്നാണെന്നറിയോ? ഈ ഫാമിലിയെ ദൈവം പൊട്ടിച്ചോണ്ട് വരുന്നത് 2 സ്ഥലമായിട്ട് അവർക്ക് കണക്ഷനുണ്ട്. 2 സ്ഥലം. അതിലൊരെണ്ണം കുഴപ്പമില്ലാതെ ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒരു കാര്യം നടക്കുക എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. പക്ഷെ വേറൊരെണ്ണത്തിൽ ഇവർ അഡിക്റ്റാണ്. അതിനകത്തുനിന്ന് ആ ഫാമിലിയെ ബെൽറ്റ് പൊട്ടിച്ച് ദൈവം കൊണ്ടുവരും. നിങ്ങളോടിത് പറയാനൊരു കാരണം കൂടെ ഉണ്ട്. ശരിക്കും ദൂത് നിങ്ങളുടേതല്ല. ദാവീദ് കാട്ടിക്കിടക്കുകയാണ്. ദൂത് കേട്ടത് ചേട്ടന്മാരും അപ്പനുമാണ്. അയാൾ വരുന്നത് വരെ സമയമെടുത്തു. ഞാൻ കാണുന്നു, ഞാൻ പ്രവചിക്കുന്നു, ദേ അവരെ ഇന്നിവിടെ കൊണ്ടുവന്ന പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഞാൻ ആരെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു അവരിവിടെ മുമ്പിൽ വന്ന് നിന്ന് നിലവിളിച്ച് കരയും. ഇത് പ്രവചന. ഏതെങ്കിലും കാലത്ത് ഈ ദൂത് അവർ കേൾക്കാൻ കാരണമായാൽ ഇത് അടിവരയിട്ട് എഴുതി വെച്ചോ, ഈ ദൂത് നിങ്ങൾ നിമിത്തം സംഭവിക്കും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് നമ്മൾ എവിടെ ഉണ്ടോ അവിടെ വന്ന് അവരുടെ സാക്ഷ്യം അവർ വിളിച്ചു പറയും. വലിയൊരു ദുരന്തത്തിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നു. അതിനും നിങ്ങളൊരു റീസൺ ആകും. ഞാൻ കാണുന്നത് ഈ മാതാവിൻ്റെ പടം വെച്ചേക്കുന്നൊരു സ്ഥലം കേട്ടോ. മാതാവിൻ്റെ പടം വെച്ച്, അതായത് മേരി മാതാവിൻ്റെ പടം വെച്ചേക്കുന്നൊരു സ്ഥലം. അതിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. അവിടുന്ന് കിട്ടുന്ന കൃപയാണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ഒന്നുമില്ല. അങ്ങ് പാലായിൽ ഭരണങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അറിയാമോ? അറിയാം. അറിയാം. അൽഫോൻസാമ്മ ആ കെട്ട് പൊട്ടിക്കുക. നിങ്ങൾ നിമിത്തം ആ കുടുംബത്തിന്റെ മേൽ കിടക്കുന്ന ബാധ അഴിഞ്ഞു പോകും. ഭയങ്കര വിടുതൽ ആ വീട്ടിൽ സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞാണ്. ആ ബാക്കിൽ ആ സാരി ഉടുത്ത അമ്മച്ചിയോട് അമ്മമ്മയോട് എഴുന്നേക്കാൻ പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ്. അമ്മയുടെ കൂടെ ആരാ ഉള്ളേ? അത് മോളാണോ? ചേച്ചിയുടെ അമ്മയാണോ അത്? ഈ അമ്മയ്ക്കൊരു സൗഖ്യം കൊടുക്കുക കർത്താവ് കേട്ടോ. അമ്മയ്ക്ക് കർത്താവ് ഒരു സൗഖ്യം കൊടുക്കുകയാണ്. അമ്മയുടെ ഈ ഏണില്ലേ, ഹിപ്പ്, 2 ഹിപ്പിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുന്ന ഞാൻ കാണും. ഓക്കെ. അമ്മച്ചിയുടെ ഈ നടുവിൻ്റെ താഴേക്ക് ഞരമ്പുകളിൽ സൗഖ്യം കൊടുക്കുക. അമ്മയുടെ കാലുകളിൽ സൗഖ്യം നടക്കുക കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്ക് അതിനെ ഏത് പേരിലാണ് നിങ്ങൾ അറിയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എനിക്ക് സെൻസ് ചെയ്ത് കാണിക്കുന്നു. വാദം സൗഖ്യമാകുകയാണ് കേട്ടോ. വാദം സൗഖ്യമാകുകയാണ്. ഈ തണുപ്പ് സമയത്ത് നിങ്ങളുടെ കാലിന് അനക്കാൻ പറ്റാത്ത പോലെ പ്രശ്നമാണ്. സൗഖ്യം വേണോ? വേണം. ശരിയാണോ? ശരിയാണ്. കർത്താവ് സൗഖ്യം തരുക യേശുവിൻ്റെ നാമത്തിൽ. ജയ്സ പ്രാർത്ഥിച്ച തല കൈവച്ച് പ്രാർത്ഥിച്ച്. ഈ ആൻറ്റി എന്നെ നോക്കിയ ആൻറ്റി അവിടെ പ്രാർത്ഥിച്ചോട്ടോ. ഈ പറഞ്ഞ ആ വീടില്ലേ, ആ വീടിനകത്ത് ഞാൻ പറഞ്ഞ ഈ സംഭവം ഇനി ഉണ്ടാകാൻ പോകുമ്പോൾ അന്ന് നിങ്ങൾ എത്ര ദൂരെ ആണെങ്കിലും എന്നെ കാണാൻ വരണം കേട്ടോ. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ഫാമിലി ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരുമായിട്ടൊരു കണക്ഷനും ഇല്ലാത്ത കാര്യമായിരുന്നു പരിശുദ്ധാത്മാവ് പ്രവചിച്ചത്. ആ വീട്ടിലെ അവരുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്, ആ അമ്മയെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രവചനം പറഞ്ഞു. അന്ന് അമ്മോളത് വിശ്വസിച്ചില്ല. പക്ഷെ 6 മാസത്തിന് ശേഷം പറഞ്ഞ പ്രവചനവും ആളയം ആയിട്ട് വന്നു. ഇത് നമ്മൾ കണ്ട സാക്ഷ്യമാണ്. അത് നിങ്ങൾക്കൊരു തെളിവിനായിട്ട് ഞാൻ പറഞ്ഞതാ. ഈ ഫാമിലിയും കൊണ്ട് നിങ്ങൾ വരും. ഈ പറഞ്ഞ മാതാവിൻ്റെ കെട്ടിനകത്തുനിന്ന് അഴിക്കും. ദൈവം അവരെ വിടുവിക്കും. ആ കുടുംബത്തിൽ എന്തൊക്കെയോ വലിയ സാക്ഷ്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പുറത്ത് മേക്കപ്പ് ഇട്ട് നടക്കുക. സ്തോത്രം. ഒത്തിരി മേക്കപ്പും അഭിനയവുമാണ്. അകത്ത് ചീഞ്ഞു നാറുന്നത് ആരും അറിയുന്നില്ല. ആ വിഷയത്തിനാണ് വിടുതൽ കർത്താവ് കൊടുക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യമായിട്ട് വരും. നിങ്ങൾ അതിനൊരു കാരണമാവും. ഇന്ന് നിങ്ങളോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ അനർത്ഥമോ ദൈവഹിതമല്ലാത്തതോ നടക്കില്ല. ആ നിന്നയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും. ഓ അത്ഭുതമായ നാമമേ,
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, എല്ലാവരും എന്ന് എഴുന്നേറ്റ് അത്ഭുതമായ നാമമേ, ഹല്ലേലൂയ, അതിശയമായ നാമമേ, ഓ ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ രാജാവേ, അങ്ങേക്ക് തുല്യനായങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായങ്ങു മാത്രം. ബാക്കിലാ അത് സാരിയാണ്, ചുരിദാർ ഇട്ട ആള്. എവിടുന്നാ വന്നേ? മലപ്പുറം, ആലപ്പുഴന്ന് വന്നാ? ആലപ്പുഴ. ആദ്യമായിട്ട് വരുവാ? അതെ, ചേച്ചി കേട്ടോ. ഏതാ ചേച്ചി? ചേച്ചിയെ വിളിച്ചോണ്ട് വന്നു. ചേച്ചി വിളിച്ചിട്ട് വന്ന. ചേച്ചി നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യം വരും. ചേച്ചിയും ആദ്യമായിട്ടാ വരുന്നത്. അപ്പൊ ആദ്യം ആരെയാ തൊടണ്ടേ? പറഞ്ഞോ. ചേച്ചിയെ തൊടണം. ചേച്ചിയാ കൊണ്ടുവന്നത്. ചേച്ചി അങ്ങനൊന്നുമില്ല. ഇന്നെല്ലാവരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. താങ്ക് യു ജീസസ്. പാസ്പോർട്ട് ഉണ്ടോ കയ്യില്? ഇല്ല ഇല്ല ഇല്ല, എടുത്തിട്ടേ ഇല്ല, ഇതുവരെ എടുത്തിട്ടില്ല. ഇല്ല. ആ, കർത്താവ് നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു തരും. ഈ വർഷം കഴിഞ്ഞ് ഒരു 25-ന്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ കേട്ടോ, ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ പുതിയ ഒരു ലാൻഡിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തു തരും. ഒരു വീട് തരും. വേണോ? വേണ്ടേ? വേണ്ട, എനിക്കിതാ, ഞാൻ വീടില്ലാതിരിക്കുവോ? ഇല്ല, ഇപ്പോൾ നിൽക്കുന്ന വീട് ജപ്തിയുടെ വക്കീൽ. അത് പോട്ടെ, അത് ജപ്തിയാവും, അത് പോവും, അത് പോയിരിക്കും. അയ്യോ, ഇവിടെ വരണ്ടായിരുന്നല്ലേ? അതും വെച്ചോണ്ടിരുന്ന പുതിയത് കിട്ടുകയല്ല. തരാൻ പോകുന്നത് അത്ഭുതമാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ അത്ഭുതമായ ഒന്ന് ദൈവം തരും. ഈ ആലപ്പുഴ കഴിഞ്ഞ് നമ്മൾ കൊല്ലത്തിന് പോകത്തില്ലേ? ഞാൻ ആ റൂട്ട് കാണുന്നു. ഈ കൊല്ലത്ത് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു സ്ഥലമുണ്ടല്ലോ, അല്ലല്ലല്ലല്ല, ആലപ്പുഴ തന്നെ, കരുനാഗപ്പള്ളി. അത് കൊല്ലത്താണ്. എൻ്റെ ദൈവം, അമ്പലപ്പുഴ എവിടാ? അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ ഒരു വീട് തരും. ഈ അമ്പലപ്പുഴയായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ? അമ്പലപ്പുഴ പോകാറുണ്ട് അവിടെ, അമ്പലത്തില് ഉത്സവത്തിന്. അതുമായിട്ട് ബന്ധമുള്ള വീടൊന്നും അല്ല. എന്നാലും ഞാൻ കാണുന്ന ചേച്ചി ഈ പേര് പറഞ്ഞു പറയാണ്, നിങ്ങൾക്ക് അമ്പലപ്പുഴയിൽ ഒരു വീട് തരും. ആലപ്പുഴക്കകത്ത് തന്നെ ദൈവം നിങ്ങൾക്ക് വീട് തരും. കർത്താവ് അത്ഭുതം ചെയ്യും. അതിനോട് ബന്ധപ്പെട്ടൊരു കടയും തരും. ഒരു കട കേൾക്കുന്നുണ്ടോ? ഒത്തിരി പേർക്ക് മേക്കപ്പ് ഇടുവെന്ന്. മേക്കപ്പ് ഇടാൻ അറിയാവോ?
ചെറുതായിട്ടറിയാം. ചെറുതായിട്ടറിയാം. അയ്യോ, ചേച്ചിയുടെ കയ്യിൽ ഒരു സലൂൺ തരാൻ പോവാണ്. അതിന് കർത്താവ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വേഗത്തിൽ അത് സംഭവിക്കും. ഈ ജപ്തി നടക്കണം കേട്ടോ. ജപ്തി നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഇനി അത് നിങ്ങൾ ജപ്തി ക്ലോസ് ചെയ്താലും നിങ്ങൾ അത് വിൽക്കും, അവിടെ നിൽക്കത്തില്ല കേട്ടോ. ജപ്തിയായിട്ടത് പോയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലാതെ നിങ്ങളത് കളയും, നിങ്ങൾ നിൽക്കത്തില്ല. അത് യേശുവിൻ്റെ, അത് കർത്താവിൻ്റെ ഹിതമാണ്. ആ നാട്ടിൽ നിന്ന് ദേശത്തു നിന്ന് നിങ്ങളെ പറിച്ചു മാറ്റേണ്ട സമയം നേരത്തെ കഴിഞ്ഞതാ, നിങ്ങൾ മാറാഞ്ഞതാ. ആണോ? ആണ്. അത് മാറാഞ്ഞതാ. മാറിക്കോ എന്ന് സിഗ്നൽ പലതവണ തന്നിട്ടും മാറാതെ നിന്നതുകൊണ്ട് എന്തു പറ്റി? എടുത്താ പൊങ്ങാത്തൊരു അപമാനം തലേ പേറിയപ്പം നിൽക്കുന്നത്. അതും മാറുക. അടുത്ത പ്രാവശ്യം എന്നെ കാണാൻ വരുമ്പോൾ ഒരു സാക്ഷ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. ഇനി ചേച്ചിയുടെ അടുത്തോട്ട് വാ. ചേച്ചിയും ആലപ്പുഴയാണോ? അതെ. ആലപ്പുഴയിൽ എവിടാ? പറവൂര്. ആലപ്പുഴ പറവൂരുണ്ടോ? ഉണ്ട്. ഈ എറണാകുളം പറവൂരൊന്നും അല്ലല്ലോ അല്ലേ? അല്ല. ഓക്കെ. ആലപ്പുഴ അത് ഏത് ഭാഗമാണ് ഈ പറവൂരെന്ന് പറയുന്നത്? SD കോളേജിനൊക്കെ അങ്ങനൊന്നും പറഞ്ഞ എനിക്ക് ടൗണിന് കുറച്ചുകൂടി. അത് ഏത് വശത്തേക്ക് പോകുന്നതാ? അമ്പലപ്പുഴ റൂട്ടിലോട്ട് പോകും. അമ്പടാ, അങ്ങനെ വരട്ടെ. വഴിക്കുവാ. ഇവര് താമസിക്കുന്നു ആലപ്പുഴ ടൗണാ. ചേച്ചി എവിടാ? അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക്. നിങ്ങൾക്കും ഒരു വീട് തരുമല്ലോ കർത്താവ്. വേണ്ടേ? വേണ്ട. എനിക്കിതാ വീട് വേണോ? വേണം. അതിലുപരി മരുഭൂമിയിൽ വെള്ളമില്ലാതെ കരഞ്ഞ ആ ഹാഗറിന്റെ തലമുറയ്ക്ക് ഉറവ തുറന്ന പോലെ നിന്റെ സന്തതിക്ക് ഉറവ തുറന്നു തരികയാണ്. ആ ബാധ്യതയെ ഞാൻ അഴിക്കുന്നു. അനിയത്തിയുടെ പേരെന്നാ? രാജി. ഒരൈ വെട്ടി യു ആക്കിയാൽ രാജാവിനെ പോലെ മാനിക്കും ദൈവം കേട്ടോ. ഈ ചേച്ചിയുടെ വിഷയം ഇച്ചിരി ഗുരുതരമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. പലയിടത്തും കേറി ഇറങ്ങി പലരുടെയും കാല് പിടിച്ച് മടുത്തു. ഇനി നാണം കെടാനില്ല. ഈ പച്ച മലയാള ഭാഷയിൽ പറയട്ടെ, വിഷമം ഉണ്ടാവുമോ? ഇല്ല. ഈ പള്ളയ്ക്ക് പിച്ചാത്തി കയറ്റാൻ ഒളിച്ചിരിക്കുക പിള്ളേര്. ചെന്ന് പറയണം, നീ രക്ഷപ്പെട്ട് നടക്കുന്നത് കൃപയാ എന്ന് പറഞ്ഞേക്കണം കേട്ടോ. വീട്ടിലുള്ള ആളോട് പറയണം, നീ രക്ഷപ്പെട്ട് നടക്കുന്ന കൃപയാ. ഒന്നേ പോലീസ് സ്റ്റേഷനില്, ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനില്, അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന ആയുധത്തില്. ഇവൻ തീരേണ്ടതാണ്, പക്ഷെ തീരത്തില്ല. ഒരു കൃപ അവനെ തൊടും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. പരിശുദ്ധാത്മാവ് തൊടും എന്ന് പറഞ്ഞാൽ തൊടും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴയിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക് ഒരു ഏഞ്ചലിക് വിസിറ്റ് ഇപ്പോൾ സംഭവിക്കട്ടെ. അമ്മാമ്മയുടെ സാക്ഷ്യം പെട്ടെന്നായിരിക്കും കേട്ടോ. നിങ്ങളുടെ വിടുതലിന് കർത്താവ് പെൻഡിങ്ങിൽ അത് വെക്കത്തില്ല. കാരണം വെച്ച രക്തപ്പുഴ ഒഴുകും, ഭയങ്കര ഭീഷണി നടക്കും. ഈ വിഷയത്തിനകത്തൊരു പെണ്ണൂടെ കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൂതിനകത്ത് അനാവശ്യമായ ഒരു വേറൊരാളൂടെ കയറി വരുന്നുണ്ട്. വലിയൊരു നിന്ദയ്ക്ക് മുമ്പായിട്ട് ദൈവം അതിവേഗത്തിൽ ഈ ദൂതിനെ ഇടപെടും. നിങ്ങൾ വരുന്നത് വലിയ സാക്ഷ്യം കൊണ്ടായിരിക്കും. ആലപ്പുഴയിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് ദൈവം ഒരു ദൂതനെ അവിടെ അയക്കട്ടെ. സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ആ സാക്ഷ്യം അവിടെ കൊടുക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവെ, നീ ആ വിടുതൽ അവിടെ കൊടുക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ കേട്ടോ കർത്താവ് ഒരു ആരാധന നടത്തുന്ന കാണുന്നു. ആ വീട്ടിൽ ആരാധന നടക്കുന്ന വീടാ.
ദൈവദാസന്മാർ വന്ന് താമസിക്കുന്ന വീടാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ കാണുന്നു. ആമേൻ. ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും ഉപവാസ പ്രാർത്ഥന നടന്ന വീട്ടില്? ഇല്ല, ഉപവസിക്കും, അങ്ങനെ പ്രാർത്ഥന നടത്തിയിട്ടില്ല. ഉപവസിക്കുന്നുണ്ട്. അവരെന്താ പറയുന്നേ? എന്താ ചേച്ചി പറഞ്ഞേ? ആണ്. ആലപ്പുഴ ആയതുകൊണ്ട് ചോദിക്കുക, വേറൊന്നും തോന്നരുത്. കൃപാസനമായിട്ട് വല്ല ബന്ധം ഒന്നുമില്ല. ഇവിടെ വരുന്നവർക്ക് ആരെങ്കിലും ഒരാൾക്കൊരു ബന്ധം ഉണ്ടോ അവിടെ? അതുകൊണ്ട് ചോദിച്ചാ ഒരു അത്ഭുതം വീട്ടിൽ നടക്കും കേട്ടോ. ആ വീട്ടിൽ ഒരു വലിയ അത്ഭുതം. നിങ്ങളുടെ വീട്ടിൽ രാജു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാ? നിങ്ങളുടെ വീട്ടിൽ രാജു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇയാളിന് രാജു എന്നാ വിളിക്കുന്നത്. ഞങ്ങള് അനിയത്തെ രാജു എന്നാ വിളിക്കുന്നത്. പുള്ളിക്കാരിയെ? അതെ. രാജു മോളെ എന്നാ വിളിക്കുന്നത് അല്ലേ? ആണോ? ശരിക്കും എന്റെ പേര് രാജേശ്വരി എന്നാണ്. വീട്ടിൽ രാജു എന്നാ വിളിക്കുന്നത്. ഈ ഐ മാറ്റി യു ആക്കിയ രാജു. ഇപ്പൊ മനസ്സിലായി എന്തിനാ അത് പറഞ്ഞതെന്ന്? മനസ്സിലായോ? അതാണ്. ആമേൻ. ദൈവം ഒന്നും അറിയാതെ ഒന്നും ചെയ്യില്ല. ഒരാളുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം ഒരു സീറ്റ് തരും. അതിപ്പോ നടക്കത്തില്ല, അടുത്ത വർഷം കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് അത് കാണിച്ച. അടുത്ത വർഷം ഒരു ജൂൺ കഴിയുമ്പോൾ, അതായത് പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നിന്റെ കുടുംബത്തിൽ പ്രത്യേകം ഒരു വാതിൽ തുറന്ന് ദൈവം തലമുറയെ ആദരിക്കും. വിശ്വാസത്തോടെ രാമൻ പറയാവോ? ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ആ മഞ്ഞ ചുരിദാറിട്ട ചേച്ചിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആ മോളെ ഒന്ന് തൊട്ടെ. മോളെ പേരെന്നാടാ? ലിദിയ. ഈ മോളെ കുറിച്ചാണോ ഞാൻ ദൂത് പറഞ്ഞേ? എപ്പോഴോ ഒരു ദിവസം പറഞ്ഞെന്ന് തോന്നല്ലേ? ആണ്. മോളെ, നിന്റെ കൂടെ ഒരു ദൂതൻ ഏഞ്ചൽ നിൽക്കുക. നീ ഒരു റൂമിൽ ഒരു സ്റ്റഡി ടേബിളിൽ ഇരുന്ന് അതിലിങ്ങനെ കൈ കുത്തി ഇരുന്ന് എന്തോ നോക്കുന്ന ഞാൻ കാണും. ഓക്കെ, നീ നിൽക്കുന്ന റൂമിനകത്ത് നിന്നെ ചുറ്റിപ്പറ്റി ഒരു ഏഞ്ചൽ നിപ്പുണ്ട്. നിന്റെ പേരൻസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നീ കണ്ടിരിക്കുന്ന ഡ്രീമിൽ നീ എത്തത്തില്ല. പക്ഷെ നിനക്കൊരു പ്രവചനം തരുക. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ മന്ന പൊഴിഞ്ഞ പോലെ നിനക്കൊരു അത്ഭുതം നടക്കും. നിന്നെ ഓർത്ത് നിന്റെ അമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന നിന്റെ പപ്പയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിനക്ക് സംഭവിക്കേണ്ട ഫ്യൂച്ചറിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റില്ല. അത്രയ്ക്കും ഡ്രൈ ആണ് അവര്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? അത്രയ്ക്കും ഡ്രൈനെസ്സിനകത്തൂടെ അവർ. എനിക്കറിയില്ല, എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ല, പക്ഷെ നിങ്ങളുടെ അവസ്ഥ കണ്ടോണ്ടാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസത്തെയും കാര്യം നീക്കിക്കൊണ്ടു പോകുന്നത് ഭയങ്കര കൃപയാലാണ് ഓരോന്ന് നടന്നു പോകുന്നത്. നിനക്കും അതറിയാം. പക്ഷെ കർത്താവ് നീ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു തലമുറയാണ്. നീ പല കാര്യത്തിലും നിന്റെ അപ്പൻ്റെ അമ്മയുടെയും സിറ്റുവേഷനിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ദൈവാത്മാവ് നിന്നോട് പ്രവചനമായിട്ട് പറയുന്നു, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാവി തുറന്നു തരും. അവളുടെ തല കൈവച്ചോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അമ്മകളുടെ മേൽ ആ ദൂത് കൈമാറുന്നു. ഇന്ന് ആ ഡോറ് കർത്താവ് തുറന്നിരിക്കാൻ സ്തോത്രം. അത്ഭുതം സംഭവിക്കട്ടെ. മോളെ, നീയും ഇപ്പൊ എത്ര വയസ്സുണ്ട്? 19 വയസ്സുള്ളല്ലേ? നീയും നിന്റെ ഭർത്താവും നിന്റെ 3 മക്കളും അയർലൻഡ് എന്ന രാജ്യത്ത് നിൽക്കും. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഞാൻ കാണുന്നത്, അദ്ദേഹം MBBS ഡോക്ടറാണോ എന്ന് എനിക്കറിയില്ല. ആള് ഡോക്ടറായിരിക്കും. അത് ആയുർവേദമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അതെനിക്കറിയില്ല. പക്ഷെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളൊരു ഡോക്ടറായിരിക്കും. ആ ആളുടെ ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എയിലായിരിക്കും. അവർക്ക് നേരിട്ട് ബന്ധമില്ല, പക്ഷെ ആ കുടുംബം
ഒരു അമേരിക്കൻ ഫാമിലിയുമായിട്ട് കണക്ഷനുള്ള കുടുംബമായിരിക്കും. നിന്റെ മോനെ, നിനക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ ജോണി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ട്? ജോളിയല്ല, ജോണി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ജോബിയല്ല, ജോണി. ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ആളെ കാണും. മോനെ, നിനക്കൊരു ഫണ്ട് ഒരാൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ മൈക്ക് അവിടെ കൈ കൊടുത്തേ. കൈ കൊടുക്കണ്ട, ഞാൻ പറയുന്ന മോള് പറഞ്ഞേ. എൻ്റെ പപ്പയുടെ മമ്മിയുടെ ഏതവസ്ഥയിലും ഞാൻ കൂടെ നിൽക്കും. എൻ്റെ വീടിൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഒരു തുണ്ടു ഭൂമി എനിക്ക് വേണ്ടി മുറിച്ച് വിൽക്കില്ല. വിൽക്കണോ? വേണ്ട. വിറ്റിട്ട് പഠിക്കണോ? വിശ്വാസം പറഞ്ഞോ. വിശ്വാസം പറഞ്ഞാൽ സംഭവിക്കും. വേണോ? വേണ്ട. ഒരാളുടെയും സപ്പോർട്ടില്ലാതെ നീയും നിന്റെ കുടുംബം താമസിക്കുന്ന വീട് ഒരു തരി മണ്ണ് വിൽക്കാതെ നിനക്ക് വേണ്ടി ഒരാൾ കരുതി വെച്ചിട്ടുണ്ട്. ആ അത്ഭുതത്തെ ഞാൻ തുറന്നു തരുന്നു. മോളെ, നാളെ രാവിലെ മുതൽ നീ കാണുന്ന എല്ലാം മിറക്കിളായിരിക്കും. നിനക്ക് വേണ്ടി ഞാൻ ആ അത്ഭുതം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഈ സിസ്റ്റർ എവിടുന്നാ വന്നേ? ആലുവ. ആദ്യമായിട്ട് വരുവാണോ? നേരത്തെ വന്നിട്ടുണ്ടോ? എന്നെ കണ്ടോ? ഇല്ല, ഈ കഴിഞ്ഞ ഞായറാഴ്ച. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനില്ലായിരുന്നു. എന്നെ കണ്ടില്ലല്ലേ? സ്തോത്രം. അതുകൊണ്ട് പിന്നെ കാണാൻ വന്നിരിക്കുക. എനിക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്നായിരുന്നു. ജിനോ ജോസ് പാസ്റ്ററിന്റെ കൂടിയായിരുന്നു. ഇവിടെ ഉണ്ടെന്ന് അറിയായിരുന്നു. അപ്പൊ ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. ആ വലത് കൈ ഒന്ന് പൊക്കി. ശരിക്കും നിങ്ങൾ എറണാകുളംകാരാണോ? ആലുവക്കാരാണോ? ആലുവക്കാരാ. ഉള്ളത് പറ. ശരിക്കും ആലുവ. കല്യാണം കഴിച്ചു വന്നതോ അങ്ങനെ വല്ലതാണോ? അവിടെ ശരിക്കും ഹസ്ബൻഡ് ഇവിടെ ഉള്ളതല്ല, പിന്നെ ഇവിടെ വന്ന് താമസിക്കുന്നതാ. അതല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. തെലുങ്ക് നായിഡൂസ് തെലുങ്കുവാ. ആമേൻ. നമ്മുടെ ആളുകളുമായിട്ടൊരു ബന്ധം എനിക്ക് തോന്നി, അതാ ചോദിച്ചത്. ആമേൻ. ശരിക്കും ഞാൻ കണ്ടത് നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവരല്ല, ഇവിടുത്തുകാരായിട്ട് നിൽക്കുന്നവരല്ല. നിങ്ങൾക്കൊരു വാതിൽ തരികയാണ്. ഒരു രൂപ മുടക്കാതെ നിങ്ങൾ കണ്ട ഹൃദയത്തിൽ കണ്ട ഡിസൈനിൽ ദൈവം വേറെ ആർക്കോ അവർക്ക് വേണ്ടി പണിത വീടാണ്, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടാൻ പോവാ. നിങ്ങൾക്കൊരു വീട് കർത്താവ് തരും. ഇപ്പം നിങ്ങൾ അതിന്റെ ഓട്ടത്തിലാണ്. ശരിയാണോ? പരിശുദ്ധാത്മാവ് അത് തന്നിരിക്കുന്നു. ഈ വരുന്ന ജനുവരി കഴിയാറാകുമ്പോഴേക്കും ഈ വിഷയത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യം തരും. വരുന്നത് ഒരു ദൂതുമായിട്ടും സാക്ഷ്യവുമായിട്ടായിരിക്കും. ഞാൻ യേശുവിൻ നാമത്തിൽ അത് കൽപ്പിക്കുന്നു. ആമേൻ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇരിക്കുന്നവരും കൂടെ നിങ്ങളുടെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അന്യഭാഷകളാൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ ഈ ദൂത് പറയുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം ഉറപ്പാണ്. തിരിച്ചു പോകുമ്പോൾ വന്നവരാരും വെറും കൈയോടെ പോകത്തില്ല, നിരാശയോടെ പോകത്തില്ല. നിങ്ങളുടെ മടക്കയാത്രയിൽ നിങ്ങൾക്കൊരു ഏഞ്ചലിക് എൻകൗണ്ടർ ഉണ്ടാവും. ഇന്നത്തെ വചനം നിങ്ങൾ കേട്ടില്ലേ? നിയമിച്ചത് ദൈവമാണ്, മനുഷ്യനല്ല. നിയമിച്ചത് ദൈവമാണ്, മനുഷ്യനല്ല. പറ്റുമെങ്കിൽ രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്താമോ? എന്നിട്ട് ഹൃദയം കൊണ്ട് പറ, എന്റെ ദൈവം എനിക്കായി കരുതിയിരിക്കുന്നു.
അവൻ എനിക്കായി വാതിലുകൾ തുറന്നിരിക്കുന്നു, എനിക്കായി അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവം തന്ന ഒരു നന്മയും ശത്രു തൊടാൻ അവൻ അനുവദിക്കില്ല. എന്റെ കുടുംബം, എന്റെ തലമുറ സകലതും കർത്താവിന്റെ കരുതലിലാണ്. എനിക്ക് ദൈവം തന്ന ആയുസ്, ദൈവം തന്ന ആരോഗ്യം, സമ്പത്ത്, വരുമാനം, എന്റെ ജോലി, ഇതിലൊന്നിലും ശത്രുവിന് ദൃഷ്ടി വെക്കാൻ കഴിയില്ല. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, വഴിമധ്യയിൽ എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങും. വഴിമധ്യയിൽ എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങും. ആത്മാവിൽ ഞാൻ നിങ്ങളുടെ മേൽ ആ ദൂതനെ കൈമാറുന്നു. തിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുന്നതിന് മുൻപ്, നീ പോകുന്നത് ബസ്സിലാണെങ്കിൽ ആ ബസ്സിനകത്ത്, ഓട്ടോയിലാണെങ്കിൽ ആ ഓട്ടോയ്ക്കകത്ത്, നടന്നാണെങ്കിൽ പോകുന്ന വഴിയില്, ഇല്ല ഇനി കാർ ഓടിച്ച പോകുന്നെങ്കിൽ വഴി കാണട്ടെ, നീ ഒരു ദൂതനെ കാണും. വിശ്വസിക്കുന്നവർ കരമടിച്ച അപ്പുറത്ത് നിൽക്കുന്ന ആളെ തൊട്ടിട്ട് പറ, നിന്റെ സാക്ഷ്യം കുഴിച്ചു മൂടാൻ പറ്റില്ല, അത് മുള പൊട്ടി എഴുന്നേക്കും. ഈ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ കൊണ്ടുവന്ന പ്രശ്നമോ വിഷയമോ ഒരുപക്ഷെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അറിയണമെന്നില്ല, പക്ഷേ നന്നായിട്ട് അറിയുന്ന കർത്താവുണ്ട്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിരിക്കും, പക്ഷേ വിശ്വസിക്കാൻ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരുപാട് പേര് നമ്മളെ തണുപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ഈ കർത്താവ് തരുന്ന ആശ്വാസത്തിൻ്റെ അനുഭവം വേറൊന്നാണ്, വചനത്തിലൂടെ കിട്ടുന്ന ആശ്വാസം മറ്റൊന്നാണ്. അതുകൊണ്ട് എത്ര തല പുകയുന്ന ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടായിക്കോട്ടെ, ഇവിടുന്ന് വിശ്വാസത്തോടെ പോവുക. അടുത്ത ആഴ്ച നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു, നിങ്ങളുടെ മേൽ അതിനെ കൈമാറുന്നു. നമ്മൾ തുടർന്ന് കർത്താവിൻ്റെ രാജ്യത്തിലേക്കൊന്ന് വിതയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് കർത്താവിൻ്റെ വേലയെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറക്കട്ടെ. ഇന്നത്തെ ഞാൻ ചോദിച്ചല്ലോ മുമ്പേ, ആരംഭത്തിൽ ഞാൻ പറഞ്ഞ പോലെ, ആർക്കെങ്കിലും ഈ ദിവസത്തെ ഈ മീറ്റിങ്ങിനെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ, അല്ലെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. എടുത്തവരെ നിങ്ങളുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. വിതയ്ക്കുമ്പോൾ അത് പല മടങ്ങായി, പല അളവിൽ തിരിച്ചു വരട്ടെ. കൊടുക്കുന്നത് മരുഭൂമിയിലേക്കല്ല, തിരിച്ചു കിട്ടുന്ന ഒരു വിത്തായി നമ്മളിതിനെ വിതയ്ക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഈ വിത്ത് വിതച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് അത് മടങ്ങി വരും. ഞാൻ ദൂത് ഈ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റെ. എവിടുന്നാ വന്നേ? ആദ്യമായിട്ട് വരുവാണോ? വീട് വേണോ? അതൊന്നും എനിക്കറിയണ്ട. വേണോ വേണ്ടയോ? വേണം. പുതിയ സ്ഥലത്ത് പുതിയൊരു അഡ്രസ്സിൽ ദൈവം നിർത്തും. ഒരു സഭ നിമിത്തം നിന്റെ കുടുംബത്തിൽ വീണൊരു മുറിവ് പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റുക. ഇവിടുന്ന് നീ നിന്റെ വീട്ടിൽ തിരിച്ച് ചെന്ന് കയറുമ്പോൾ നിന്നെ വെയിറ്റ് ചെയ്തൊരു ഏഞ്ചൽ ആ വീട്ടിൽ കാണും. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു, നിന്നെ വെയിറ്റ് ചെയ്ത് ഒരു ഏഞ്ചൽ ആ വീട്ടിൽ കാണും. നിന്റെ മുമ്പിൽ കുവൈറ്റ് എന്ന രാജ്യം തുറക്കുന്നു. കുറച്ച് നാളത്തേക്ക്, ദീർഘകാലത്തേക്കല്ല,
ഒരു 4 മാസം, മാക്സിമം പോയ 5 മാസത്തേക്ക് ആ രാജ്യത്ത് നീ പോകേണ്ടി വരും. നീ തിരിച്ചെന്നിട്ട് വരും. ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിന്നെ വിടുന്നത്, ജോലിക്കായിട്ടല്ല. ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം നിന്നെ വിടും. വർഷങ്ങൾക്ക് മുൻപ് ദൈവം നിനക്കൊരു സൗഖ്യം തന്നതാ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആണ്ടുകൾക്ക് മുൻപ് ദൈവം നിനക്കൊരു സൗഖ്യം തന്നതാ. നീ നിമിത്തം ഒരുപാട് പേരിലേക്ക് നിന്റെ സാക്ഷി എത്തിയതാ. നിന്റെ കുടുംബങ്ങളിൽ ഇന്നും യേശു ആരാന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാര്. നിന്നെ കെട്ടിയിടാനും മരുന്ന് കഴിപ്പിക്കാനും വരെ നോക്കി, നടക്കത്തില്ല. ഹോളി സ്പിരിറ്റ് തന്ന അഭിഷേകത്തിന് റിട്ടയർമെന്റ് ഇല്ല. ഞാൻ ആ ഗിഫ്റ്റ് തന്നു വിടുകയാണ്. ഒരു 30 ദിവസത്തിനുള്ളിൽ നിനക്കൊരു ലോട്ടറി അടിക്കും. എന്നെ നോക്ക്, ഒരു 30 ദിവസത്തിനുള്ളിൽ ഒരു ലോട്ടറി അടിക്കും. പൈസ തരുമെന്ന് വേണോ? കർത്താവ് നിന്റെ കൈ പണം തരും. ആ വിറയ്ക്കുന്ന കൈക്കകത്ത് പൈസ ഇരിക്കുന്ന കാണുന്നു. യേശുവിന്റെ 1, 2, 3, 4 ബിസിനസ് നീ ചെയ്യും. 4 ബിസിനസ്. ഒരാൾക്ക് ഇത് എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയാൻ മേലെ. പക്ഷെ 4 ബിസിനസ് ദൈവം നിന്റെ തരും. നിന്റെ കീഴിൽ ഒരു 20-ലധികം ജോലിക്കാരുണ്ടാവും. ഒരു തയ്യക്കട ഞാൻ കാണുന്നു യേശുവിന്റെ നാമത്തിൽ. ഒരു സ്റ്റിച്ചിങ് സെന്റർ കാണുന്നു. നിന്റെ ഏതോ ഒരാള് വാങ്ങിച്ചിട്ട് നടത്താൻ മേലാതെ ഒഴിഞ്ഞു പോയൊരു സ്ഥാപനം ദൈവം നിനക്ക് വിത്തൗട്ട് ഡിപ്പോസിറ്റ് തരാൻ പോവാണ്. അഭിഷേകം മാത്രമല്ല സിസ്റ്ററെ, അതിന്റെ കൂടെ ദൈവം മാനിച്ചെന്നുള്ള ന്യൂസ് കൂടെ പോണം. മനസ്സിലായോ നിങ്ങൾക്ക്? ചുമ്മാ അഭിഷേകം ഉണ്ടെന്നല്ല, അതിനകത്ത് ദൈവം മാനിച്ചതിന്റെ റിസൾട്ടൂടെ ആളുകൾ അറിയണം. അപ്പോഴേ ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കും. നിന്നെ മാനിക്കാൻ പോകുന്നത് ആരുടെ മുമ്പിലാണെന്നറിയാമോ? ജാതികളുടെ മുമ്പിലല്ല, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നിന്റെ തല ഉയർത്താൻ പോകും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന ഓഫറിങ്ങിനെ ഒരു വിത്തായി കാണുക. നിങ്ങളിത് കുഴിച്ചു വെക്കുമ്പോൾ, നിങ്ങളിത് വിതയ്ക്കുമ്പോൾ, ഇത് പല മടങ്ങായി നിങ്ങളിൽ തിരിച്ചു വരുന്നുവെന്ന് കാണുക. പരിശുദ്ധ പിതാവേ, ഞാൻ ഈ ഓഫറിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു. ഇത് വിതയ്ക്കുമ്പോൾ 1000 മടങ്ങായി, പല അളവുകളായി ഇവരുടെ മടിയിലേക്ക് ദൈവം തിരിച്ചു കൊടുത്താട്ടെ. അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിയും മുൻപ് അത് മടങ്ങി വരും എന്ന് പറഞ്ഞ വചനം ഞാൻ ഇവിടെ കൽപ്പിക്കുന്നു. ഓൺലൈനിലൂടെ വിതയ്ക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. തിരിച്ചവർക്കും ഈ നന്മ വരട്ടെ, യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിലേക്ക് കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂടെ ഞാൻ പറഞ്ഞ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഹാളിന് ഇന്ന് ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പാസ്റ്റർ എന്നെ കൊണ്ട് അത്രയും പറ്റത്തില്ല, വേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ദൈവരാജ്യത്തിലേക്ക് കൊടുക്കുക. ഈ മീറ്റിംഗ് ഒരിക്കലും നിന്നു പോകരുത്. ഇത് മുമ്പോട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകണം, കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ മിനിസ്ട്രിക്ക് ഒരിടത്തൊന്നും ആരുടെ സപ്പോർട്ടും ഇല്ല. ഇതുപോലെ വിശ്വസിക്കുന്നവർ വിതയ്ക്കുന്നത് മാത്രമേ ഈ കൂട്ടായ്മയ്ക്ക് സപ്പോർട്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്ര കാഴ്ച കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം. കൊടുക്കുന്നത് ഭിക്ഷയല്ല. ആമേൻ. നമ്മൾ കൊടുക്കുന്ന സാധനം തിരിച്ചു വരണമെങ്കിൽ കൊടുക്കുമ്പോൾ ആ മര്യാദ കാണിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വഴിയൊരുക്കും അവനാഴികളിൽ വലം കയ്യിൽ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കയ്യിൽ പിടിച്ചെന്നെ വഴി നടത്തും. ുകൾ പല